ഹലോ ഗായ്സ്, വെൽക്കം ടു സ്പാർക്ലിംഗ് ഫാമിലി. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ആദ്യമായിട്ട് പോകുന്ന ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോകുന്ന ഒരു യാത്രയാണ്. എവിടെ നമ്മൾ പോണേ? ഓക്കെ, തൊമ്മൻകുത്ത്. ഓക്കെ, തൊമ്മൻകുത്ത് വരെ പോവാണ്. പിന്നെ ആനയുടെ കുത്തിലും പോകുന്നുണ്ട്. അപ്പൊ പോകുന്ന വഴിക്കുള്ള വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ പോവല്ലേ? റെഡി അല്ലേ? ഓക്കെ, റെഡി. ലെറ്റ്സ് ഗോ. ഹായ്. അപ്പൊ നമ്മളിങ്ങനെ കുമാരമംഗലത്തെത്തി. ചേട്ടാ ഓണല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? ഓണല്ലേ? ഡബിൾ ഓക്കെ. ഓൺ. ഇത് നമ്മുടെ കുമാരമംഗലം സ്കൂളൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇപ്പം നമ്മൾ കുമാരമംഗലത്ത് നിന്ന് പാറ എത്തി. പാറയിൽ നിന്നും നമ്മൾ വെങ്ങല്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെങ്ങല്ലൂർ സിറ്റിയിലെത്തി. ഇതാണ് വെങ്ങല്ലൂർ സിറ്റി. കുമാരമംഗലത്ത് നിന്ന് വെങ്ങല്ലൂർ സിറ്റി വരെ ഒരു 4 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ മങ്ങാട്ടുകല എത്തി കേട്ടോ. മങ്ങാട്ടുകല നിന്ന് തിരിഞ്ഞാണ് പോകുന്നത്. മങ്ങാട്ടുകല ജംഗ്ഷനിൽ നമ്മൾ മോലക്കുടം വഴിയാണ് പോകുന്നത് കേട്ടോ. മോലക്കുടം വഴി നമ്മൾ കയറി. നല്ല വഴിയാണ്. പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നാട്ടിൽ വന്നിട്ട് കറങ്ങാൻ പോകുന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പുള്ളി. അങ്ങനെ നമ്മൾ മോലക്കുടം പള്ളി എത്തി കേട്ടോ. മോലക്കുടം പള്ളിയിൽ നമ്മൾ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും മുത്തപ്പന് നമ്മളൊരു കോയിൻ ഇട്ടിട്ടേ പോവുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു തടസ്സങ്ങളും ഉണ്ടാവാതെ സുഖമായിട്ട് യാത്ര ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ മുത്തപ്പനൊരു കോയിനൊക്കെ ഇട്ടു. ഇവിടുന്ന് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് യാത്ര പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ മോലക്കുടത്തുനിന്ന് കരിമണ്ണൂർ റൂട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. നല്ല വഴി, നല്ല സുന്ദരമായിട്ടുള്ള വഴി. അപ്പോൾ ഇതാണ് തൊമ്മൻകുത്ത് വാട്ടർഫോൾസിലോട്ടുള്ള എൻട്രിയാണിത്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് മുകളിലോട്ട് വെള്ളച്ചാട്ടത്തിലോട്ട് പോകാനായിട്ട്. പക്ഷെ നമ്മളിന്ന് അൺലക്കിയാണ്. കാരണം ഇന്ന് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കുഴപ്പമില്ല, പിന്നെ ഒരു ദിവസം വരാം. ഇപ്പോൾ ഡേഞ്ചറാണെന്നാണ് പറയുന്നത്. ഇന്നും മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ഡേഞ്ചറാണെന്നാണ് പറയുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ഛനോടെ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ ഗാർഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 40 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാം. ഫാമിലി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവസാനം ഇങ്ങോട്ട് പോകുന്നു. ഇതാണ് റോഡ്. ഇതിവിടം വരെ ഉള്ളൂ റോഡ് കേട്ടോ. ഇവിടം വരെ ഉള്ളൂ റോഡ് കാണും. ഇവിടെ 2-3 വീടൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളച്ചാട്ടം കാണാം കേട്ടോ. വെള്ളച്ചാട്ടം ഇവിടെയൊക്കെ നന്നായിട്ട് തെന്നി കിടക്കുവാണ്. താഴത്തോട്ട് ഇറങ്ങുന്നില്ല. നമുക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇത് ചെറിയ വെള്ളച്ചാട്ടം പോലെ. ഇവിടെ നിന്ന് നമുക്ക് കാണാം ചെറുതായിട്ട് ഇരിക്കാനുള്ളൊരു സ്ഥലം. എല്ലാവരും ഉണ്ട്. ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, ഇത് കാണുന്ന അവിടെയൊക്കെ നിറച്ചും മുകളിൽ നമ്മുടെ ആ ഭാഗങ്ങളിലായിട്ട് മുകളിൽ നിറഞ്ഞ് കിടക്കുമായിരിക്കും. ഇങ്ങോട്ട് നിറച്ചും വെള്ളമായിരുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ. എന്തായാലും നമ്മൾ ലക്കല്ല, നമുക്ക് ഇന്ന് അൺലക്കിയാണ്. നമുക്ക് കറക്റ്റായിട്ട് വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഫാമിലിയായിട്ട് ജസ്റ്റ് ഫണ്ണായിട്ട് വരാം കേട്ടോ. നമ്മുടെ ഈ തൊമ്മൻകുത്ത് എന്ന് പറയുന്നത് വനമേഖല ഭാഗമാണ്. നമുക്കിവിടെ വന്ന് ഫാമിലിയായിട്ടൊക്കെ വന്ന് കുറച്ച് നേരം കാടിലൂടെ ഒന്ന് നടന്ന് വനത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്ന് പോവാം. അതിന് പറ്റിയൊരു സ്ഥലമാണ്. സാറല്ലേ, നമുക്ക് നേരെ ആനച്ചാടിക്കുത്ത് ഇവിടെ അടുത്താണ്. അവിടെ ഓപ്പണാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. അവിടെ പോയി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കുളിക്കാം. വെള്ളത്തിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പോയി നോക്കാം കേട്ടോ. ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പ് വഴി നമുക്ക് ഇറങ്ങി വന്ന് നമുക്ക് ഇവിടെ ഇരിക്കാം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭംഗി ഇച്ചിരി കൂടെ അടുത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും.
അപ്പോൾ താഴത്തെ കാഴ്ച കഴിഞ്ഞാൽ എല്ലാവരും മുകളിലോട്ട് കയറി വരും കേട്ടോ. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ തന്നെ എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ആനചാടിക്കുത്തിലോട്ട് പോകാം കേട്ടോ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, തിരിച്ചു പോവാണ്. സോ ഗൈസ്, നമ്മളിപ്പം ആനചാടിക്കുത്തിലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. വ്യൂ ഉണ്ടോ? നമുക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. പേ ആൻഡ് പാർക്കാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പൈസ അടയ്ക്കണം. എത്ര രൂപയാ വണ്ടിയുടെ? 50 രൂപ. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇറങ്ങി ഇവിടുന്ന് നേരെ താഴത്തോട്ട് കേട്ടോ. പതുക്കെ വേണേ, വലിയ സ്റ്റെപ്പുണ്ട്. നല്ല മഴ പെയ്ത് കിടക്കുന്നുണ്ട്, തെന്നും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഇറങ്ങാവുള്ളൂ. നമ്മൾ അവിടുന്ന് വന്ന് താഴത്തോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകണം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വലിയ മല കണ്ടില്ലേ? ഈ പാറയുടെ താഴെ നിങ്ങൾക്ക് കാണാവുന്നറിയില്ല, കാണിച്ചു തരാം. കണ്ടില്ലേ? കുത്തനെ വെള്ളം അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല വെള്ളമാണ്. ഇതിങ്ങനെ ഒഴുകി താഴത്തോട്ട് പോകും. നമുക്ക് ഈ വഴി അങ്ങോട്ട് പോയാൽ നമ്മൾ പോയി നോക്കിയില്ല. അങ്ങോട്ട് റിസ്ക് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് ആ വഴി തന്നെ തിരിച്ച് പോവാം. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രി കേട്ടോ. ഒഴികെ ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ വരിക. ഓ, വൈൽഡാട്ടോ, ഭയങ്കര വൈൽഡാണ്, ഒരു രക്ഷയില്ല. തൊടുപുഴയുടെ സ്വന്തം നയാഗ്ര അല്ലേ എന്ന് വിശേഷിപ്പിക്കാം നമുക്ക്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. കണ്ടോ, ഇതാണ് ആനചാടിക്കുത്ത് കേട്ടോ. ആനചാടിക്കുത്ത് ഈ ടൈമിലൊക്കെ വരിക. ഈ ടൈമിലൊക്കെ വന്നില്ലെങ്കിൽ ഭയങ്കര മിസ്സാവും കേട്ടോ. നല്ല വെള്ളം ചാടുന്ന ടൈമിൽ വരണം കേട്ടോ. മിസ്റ്റ് അടിക്കണം കേട്ടോ. മിസ്റ്റ് ഫുള്ള് മിസ്റ്റാ. നോക്കട്ടെ. പൊളിച്ചെടുക്കുവാണ് മക്കളെ, പൊളിച്ചെടുക്കുവാണ്. ക്യാമറയിലൊക്കെ ഫുള്ള് മിസ്റ്റ് കയറിയതുകൊണ്ട് നമുക്ക് ശരിക്കും വിഷ്വൽസ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ചെറിയ കുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി തുടങ്ങാം. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തീർന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്നവർ പറ്റുവാണെങ്കിൽ നിങ്ങളിവിടെ വരണം. തൊടുപുഴയിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നല്ല ഒന്നാന്തര സ്ഥലം. നിങ്ങൾക്ക് അത്രയ്ക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്.
അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.